കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, അവിടെ കണ്ണൂർ കോർപ്പറേഷനിൽ ഇക്കുറി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമടക്കം നേരിടുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശം പ്രചരണത്തിൽ കണ്ടതാണ്. ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞു പോയതാണ്. പ്രാദേശികവും സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്ന് തമ്പടിച്ച് നടത്തിയ അവിടെ പ്രചരണങ്ങൾ നമ്മൾ കണ്ടു. എം.വി. ഗോവിന്ദമാഷ്ക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അടക്കം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട 14 സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. ഈ ആവേശം ഗ്രൗണ്ടിൽ എങ്ങനെയാണ് അവസാന മണിക്കൂറിൽ? റഹീസ്. കാശ്മി, വലിയ തോതിലുള്ള ആവേശമാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഈ UDF-ന്റെ പ്രചാരണത്തിനൊപ്പമാണുള്ളത്. നേരത്തെ LDF-ന്റെ പ്രചാരണത്തിൽ കണ്ട പോലെ തന്നെ വീറും വാശിയുമൊക്കെ UDF-ന്റെ അവസാനവട്ട പ്രചാരണത്തിലും കാണുന്നുണ്ട്. ഇത് പ്രധാനമായും ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ്. ഇവിടെയും പ്രചാരണം അങ്ങനെ കൊട്ടിക്കയറുകയാണ്. ലീഗിന്റെ, പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ ഒക്കെ പ്രവർത്തകർ ഒരുപാട് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. താണയിൽ നിന്നും സിറ്റിയിലേക്ക് പോകുന്ന പ്രചാരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 7 സ്ഥാനാർത്ഥികൾ, ആ 7 സ്ഥാനാർത്ഥികൾക്കും ഈ ഒരു വലിയ പ്രചാരണ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവസാനവട്ടം വലിയ രീതിയിൽ കളറാക്കുകയാണ് കണ്ണൂരിലെ UDF പ്രവർത്തകർ. പ്രത്യേകിച്ച് അവർ പല കോണുകളിൽ നിന്നും സിറ്റിയിലേക്ക് വരികയാണ്. പല ഡിവിഷനുകളും, പ്രധാനമായും സ്ഥാനാർത്ഥികൾ അവസാന നിമിഷവും ഓരോ വോട്ടും ഉറപ്പിക്കാനായി അവരവരുടെ ഡിവിഷനുകളിലാണ് ഇന്നും സമയം ചെലവഴിച്ചത്. അതിനുശേഷം അവർ ഇപ്പോൾ സിറ്റിയിലേക്ക് വരികയാണ്. അവരുടെ ഡിവിഷനിൽ നിന്നും ഇത്തരത്തിൽ ചെറിയ റാലികളായി അവർ ഈ സിറ്റിയിലേക്ക് വരുന്നു. UDF-നെ സംബന്ധിച്ച് അവർക്ക് സിറ്റി പോയിന്റിലാണ് ഈ കൊട്ടിക്കലാശത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വീറും വാശിയും. കാരണം കോർപ്പറേഷൻ തിരികെ പിടിക്കേണ്ടത് LDF-ന്റെ അഭിമാന പ്രശ്നമാണെങ്കിൽ അത് ഏത് വിധേനയും നിലനിൽക്കുമെന്നാണ് UDF അണികൾ പറയുന്നത്. അവരങ്ങനെ DJക്കൊക്കെ വലിയ തോതിൽ സ്റ്റെപ്പ് കളിച്ച് അറമ്മാദിക്കുകയാണ്. സത്യത്തിൽ അവരുടെ ദിവസം കൂടിയാണ്. കാരണം ഇത്രയും ദിവസം ഗ്രൗണ്ടിൽ പണിയെടുത്തതാണ്. ആ ഗ്രൗണ്ടിൽ പണിയെടുത്തതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് 2 ദിവസത്തിനകം രേഖപ്പെടുത്തും. അതിനു മുമ്പ് തങ്ങളുടെ എല്ലാ ആവേശവും അവർ കാട്ടുകയാണ്. ഇവിടെ കണ്ണൂരിൽ പ്രത്യേകിച്ച് ലീഗ് അനുകൂലികളുടെ ഒരു കോട്ടയിൽ അവർ വലിയ തോതിൽ ആവേശം കാണിക്കുന്നു. UDF വലിയ പ്രതീക്ഷയിലാണ്. അവർക്ക് കോർപ്പറേഷൻ നിലനിർത്താൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. തിരിച്ചു പിടിക്കുമെന്ന് LDF പറയുന്നു. ഒപ്പം തന്നെ കരുത്തു കാട്ടുമെന്ന് BJP-യും. അങ്ങനെ പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് ഒരുപക്ഷെ കണ്ണൂർ കോർപ്പറേഷൻ പോയിരിക്കും. എന്തായാലും അവസാന മണിക്കൂറുകൾ, അരമണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ എല്ലാ പ്രധാന പോയിന്റുകളും ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരുപാട് ചെറുപ്പക്കാർ ഈ കൊട്ടിക്കലാശത്തിലൊക്കെ കളത്തിലിറങ്ങുന്നു എന്നുള്ളത് എടുത്തു പറയണം. കാരണം രാഷ്ട്രീയത്തിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ കളറാക്കേണ്ട വേദികളിൽ അവർ ഇറങ്ങുക കൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ ആവേശം കണ്ണൂരിലും പ്രകടമാണ്. ഹാഷ്മി. ഓക്കെ മുഹമ്മദ് റഹീസ്, ഇവിടെ കലാശക്കൊടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് നൃത്തം അറിയുമോ ഇല്ലേ, നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയോ ഇല്ലേ എന്നുള്ളത് പ്രസക്തമല്ല. അറിയാവുന്ന പോലെ ഡാൻസ് അറിയാവുന്ന പോലെ വെക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെ തുള്ളാതിരിക്കൽ അതൊരു അഭംഗിയാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, നൃത്തം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോലക്ക്, ഈ പറഞ്ഞ വാദ്യോപകരണങ്ങളുടെ കൊട്ടക്കെട്ട് ആ ചേട്ടൻ കളിക്കുന്നുണ്ടോ? ആ ചേട്ടനൊക്കെ ചുമ്മാ കളിക്കുമോ? ഒരു കളി അറിയോ ഇല്ലയോ എന്നുള്ള ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇല്ല, മണിമുറ്റ താവണിപ്പന്തൽ സുരേഷ് ഗോപി കളിച്ച പോലെ സ്റ്റെപ്പ് കളിക്കുന്നുണ്ട് ചേട്ടൻ അവിടെ വന്നിട്ട്. അപ്പോൾ അങ്ങനെ മുഴുവൻ വേറൊരു ചേച്ചി കളിക്കുന്നുണ്ട്. ആ ചേച്ചി ഭരതനാട്യം കിടക്ക് കളിക്കുമായിരുന്നു. ഭരതനാട്യവും ഈ പറഞ്ഞ സിനിമാറ്റിക് ഡാൻസുകൾ മിക്സ് ചെയ്തുള്ള കളിക്കുന്ന ഒരു ചേച്ചി നമ്മൾ കണ്ടു. അങ്ങനെ ഇതിനകത്ത് നമുക്ക് നൃത്തം അറിയോ, നൃത്തത്തിൻ്റെ ഭംഗി ഒന്നും നോക്കരുത്, കളിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ കണ്ണൂരെ കാഴ്ച നമ്മൾ കാണുകയായിരുന്നു. കണ്ണൂരിൽ കോർപ്പറേഷൻ, അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ, ഇപ്പോഴും ഇടതുപക്ഷത്തിന് കടന്നു കയറാൻ കഴിയാത്ത അവരുടെ ശക്തിദുർഗത്തിലെ ഇടം, അവിടെ കോൺഗ്രസിന് തലവേദനയാകുന്നത് LDF അല്ല, മറിച്ച് വിമതന്മാരാണ്. നേരത്തെ റഹീസ് പറയുന്നത് പോലെ മേയർ സ്ഥാനാർത്ഥിക്കെതിരെ വിമതൻ, റുജുൽ മാക്കുറ്റിക്ക് വിമതൻ, ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ ഒരു വിമതനുണ്ട്. PK രാഗേഷ് 13 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. LDF-ന് ഒരുപക്ഷെ വലിയ സ്റ്റാർ ഫേസുകൾ ഇല്ലെന്ന് പറയുമ്പോഴും എണ്ണയിട്ട യന്ത്രം പോലെ താഴെ പ്രവർത്തിക്കുന്ന സംഘടനാ മിഷണറിയും അങ്ങനെ അവിടെ കോർപ്പറേഷനിൽ BJP-ക്ക് ജയിക്കാനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന 2 വാർഡുകൾ, ടെമ്പിൾ വാർഡ് അടക്കം, ആന്തൂരടക്കം 14 ഇടങ്ങളിൽ എതിരില്ലാതെ ജയിച്ച് നിൽക്കുന്ന LDF സ്ഥാനാർത്ഥികൾ, പാർട്ടി സെക്രട്ടറി ഇക്കുറിയും വോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥ, അങ്ങനെയുള്ള സാഹചര്യം അവിടെയുണ്ട്. അപ്പോഴും അവിടെ പോരാട്ടം ഇഞ്ചോടിഞ്ചായിരുന്നു, ശക്തമായ പോരാട്ടം നടന്നതാണ്. അവിടെയും ആ പ്രചരണത്തിന്റെ ആവേശം അവിടെ ഗ്രൗണ്ടിൽ പ്രകടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.